പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകലിനായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുവാൻ വലിയവനായ ദൈവം ഞങ്ങളുടെ ഓരോ കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ മേലും ദൈവം ചെയ്ത സ്തോത്രം അങ്ങയുടെ നിറവേനായി അങ്ങയുടെ നല്ല കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി അർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സ്തോത്രം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് ആത്മാർത്ഥതയോടെ ഞങ്ങൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന കർത്താവേ. നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, നീ മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ, നീ മാത്രമാണ് പുകഴ്ചയ്ക്ക് യോഗ്യൻ കർത്താവേ. നീ മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്ന വലിയവനായ ദൈവം. ആ നല്ല ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി അർപ്പിക്കുന്ന കർത്താവേ. ഇന്ന് പകലിലും പരിശുദ്ധയാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിലും പരിശുദ്ധയാത്മാവിന്റെ നിറവിനാൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗമേ കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഇന്നേവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പരിശുദ്ധയാത്മാവിന്റെ സാന്നിധ്യം ആ മാളിക മുറിയിൽ അപ്പോസ്തലന്മാരും ജനവും ഒരുമിച്ച് ചേർന്നായിരുന്നപ്പോൾ അവരുടെ മധ്യ എഴുന്നള്ളി വന്നതുപോലെ തന്നെ കർത്താവേ, സ്വർഗം ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയാത്മാ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ നീ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. തിരുവചനം ധ്യാനിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. ദൈവദാസന്മാരെ ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കുമാറണമേ. കർത്താവെ, അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനപാത്രത്തിൽ നിന്ന് പങ്കുചേരുവാനും അതോടൊപ്പം തന്നെ നിന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർക്കുവാൻ ദൈവമേ ഞങ്ങൾ കൃപ ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധയാത്മാവിന്റെ നാമത്തിൽ സകല കുടുംബങ്ങളെയും സകല വ്യക്തികളെയും സകല കുഞ്ഞുങ്ങളെയും ദേവദാസന്മാരെ അങ്ങയുടെ എളിയദാസനടിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഭയഭക്തിയോടെ ദൈവത്തിന്റെ സന്നദ്ധയിലായിരിക്കുവാൻ, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നദ്ധയിലായിരിക്കുവാൻ, വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾ കൃപ ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കിടവയ്ക്കാൻ സ്തോത്രം. ഞങ്ങൾക്കായി ജീവനർപ്പിച്ച കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ട്, ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും ഒരുമിച്ച് ചേർന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വർഷിപ്പിന് നേതൃത്വം നൽകും. ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ ചേർത്തടിച്ച് നാം ആയിരിക്കുന്ന സമയം വൃഥാവായി പോകാതെ വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് മഹത്വം അർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളൊന്നും ഹല്ലേലൂയ പറഞ്ഞാണ്. ആമേൻ. നമ്മളായിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അല്ലേ? നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തോടൊക്കെയും കർത്താവ് അവരുടെ നടുവിലുണ്ട്. അപ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ നമ്മൾ ധ്യാനിക്കാൻ പോവുക, ദൈവത്തിന് നന്ദി കരയേറ്റാൻ പോവുക അല്ലേ? കഴിഞ്ഞ 6 ദിവസം നമ്മൾ ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തിലായിരുന്നു അല്ലേ? നമുക്ക് പലവിധമായുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു, പ്രാർത്ഥന വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാം ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. അതിൽ പലതിലും നമുക്ക് മറുപടി ലഭിക്കാനിടയായി. പലതും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വരും ദിവസങ്ങളിൽ നമുക്കത് നിവർത്തിക്കുക തന്നെ ചെയ്യും അല്ലേ? എത്ര കരുണയുള്ള ദൈവമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മേലും കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം അല്ലേ? അതായിരിക്കണം നമ്മുടെ മുന്നോട്ട് ജീവിക്കാനുള്ള നമുക്ക് ശക്തി തരുന്ന ഒരു കാര്യം. ആമേൻ. നമ്മൾ ദൈവത്തെ ഒന്ന് നന്ദി കരയിച്ചപ്പോൾ ഇത്ര നല്ലൊരു ദൈവം നമുക്കുണ്ട് അല്ലേ? നമ്മുടെ എല്ലാ കഷ്ടങ്ങളിലും എല്ലാ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചൊവ്വാഴ്ച വർഷിപ്പ് ചെയ്ത തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, 23-ാം സങ്കീർത്തനത്തിൽ, കൂരിൽ തഴവിൽ കൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം എന്താ? നീ എന്നോട് കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, പ്രയാസം വന്നാലും നമുക്ക് ഉറപ്പ് വേണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ആമേൻ. അവൻ ജയാളിയായി എൻ്റെ കൂടെയുണ്ട്, എൻ്റെ രക്ഷയായി, എൻ്റെ കോട്ടയായി, എൻ്റെ പാറയായി, എൻ്റെ ഗോപുരമായി കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മുന്നോട്ട് നയിക്കാൻ ഇടയായി തീരണം. ആമേൻ. ആ നല്ല കർത്താവിനെ നമ്മൾ അല്പസമയം നന്ദി കരയറ്റാൻ പോവുക. കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?
ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾ ദൈവമുമ്പാകെ ഏൽപ്പിച്ചു, അല്ലേ? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെയധികം ഫലിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അനേകം വിഷയങ്ങൾ നമ്മൾ ദൈവമുമ്പാകെ വെച്ചിട്ടുണ്ട്. അതിനെല്ലാം മറുപടിക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു സമയം വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിനായി കാത്തിരിക്കണം. നമ്മൾ ആ ഒരു ഉറപ്പോടെ, ആ ഒരു വിശ്വാസത്തോടെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പോടെ കർത്താവിന് നന്ദി കരയറ്റാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, കർത്താവിന് നന്ദി കരയിച്ചിക്കാട്ടെ. അപ്പച്ചാ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും കർത്താവെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ അറിയുന്നു. എൻ്റെ രക്ഷയായ ദൈവമേ, എൻ്റെ പാറയായ, എൻ്റെ കോട്ടയായ, എൻ്റെ ഗോപുരമായ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിൽ മേലും കർത്താവെ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒന്ന് സ്തുതിക്കാമോ? കർത്താവിനെ ഒന്ന് നന്ദി കരയറ്റാമോ? നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവസന്നാഹമോടെ പാടിടുന്നേ. നന്ദി കൊണ്ട്, നന്ദി കൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, നന്ദി കരയിച്ചാട്ടെ. നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി കരയിച്ചാട്ടെ. പാടിടുന്നേ നാദ മോടെ സ്തുതി പാടിടും. എന്നെ അൻപോടു ദിനം, എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ, എൻ്റെ പൊന്നീടയനന്തം വന്ദന. നന്ദി കൊണ്ട്, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയും സന്നാഹമോടെ സ്തുതി. ഓ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി കർത്താവേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യോഗ്യതയല്ല, ഞങ്ങളുടെ ഒരു കഴിവുമല്ല കർത്താവേ ഞങ്ങൾ സമ്മതിച്ചു തരുന്നു. പക്ഷേ അങ്ങയുടെ ഒരു മഹിമ മാത്രം, അങ്ങയുടെ ഒരു കൃപ മാത്രമാണ് കർത്താവേ. ആമേൻ, ആമേൻ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്ക്. നന്ദി കൊണ്ട്, ആമേൻ, നന്ദി കൊണ്ട് നന്ദി കരയിച്ചിക്കാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. പാടിടുന്നേ സന്നാഹമോടെ സ്തുതി പാടി. നന്ദി കൊണ്ട്, ആമേൻ, നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതിക്കുന്ന പശാ. ഓ ദേവ സന്നാഹമോടെ സ്തുതി. എന്നെ അൻപോട് ദിനം തോറും നടക്കുന്ന, എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ, എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ. ആമേൻ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു
സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവസന്നിധാനത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കാമോ? അപ്പച്ചാ, കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങൾ കാത്തു പരിപാലിച്ചല്ലോ. ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല അപ്പച്ചാ. പക്ഷെ കർത്താവെ, ഞങ്ങളെ ഈ സ്ഥലത്ത് നിർത്തുമാറാക്കി ഞങ്ങളുടെ വലിയ ദയക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നുവെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? അവൻ എനിക്കായി കരുതുന്ന ഒരു ദൈവമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും, എൻ്റെ എല്ലാ പ്രതികൂലങ്ങളിലും എനിക്കായി ഒരിക്കലും അഭയസ്ഥാനമായി, ഉറപ്പുള്ള പാറയായി, കോട്ടയായി നിൽക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. നമ്മൾ ആ നല്ല കർത്താവിനൊന്ന് പാടി ആരാധിക്കാൻ പോവുക. അല്പസമയം ആരും മൗനമായിട്ടിരിക്കരുത്. ദൈവം നമുക്ക് കൈകളെ തന്നിട്ടുണ്ട്. നമ്മളത് കൈകളെ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. ആമേൻ. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തൻ എനിക്കുണ്ട്. അവൻ എൻ്റെ ഭാരമെല്ലാം ചുമന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മളെല്ലാ പ്രതിസന്ധികളും നമ്മൾ എവിടെയാണ് പറയുന്നത്? ദൈവം മുമ്പാകെ പറയാണ്. അപ്പം കർത്താവ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാരമെല്ലാം ആരാ ചുമക്കുന്നേ? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചുമക്കുകയാണ്. 1 പത്രോസിന്റെ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ഇനി നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് ആ ഉറപ്പ് വേണം, ആ ഒരു പ്രത്യാശ വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ നമ്മൾ പാടി സ്തുതിക്കണം. എൻ്റെ ഉള്ളമേ സ്തുതിക്കുക പരനെ, ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. കർത്താവിനെ സ്തുതി കരയറ്റാനായിട്ട് പോവുക. എല്ലാവരും കൈകളെ തട്ടി, കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചേട്ടെ. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനി, തന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു. ആമേൻ 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 ആമേൻ. മോക്ഷമാർഗം തുറന്നു. എൻ ഉള്ളമേ സ്തുതിക്കാം നീ പരനെ, തന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. ഭാരം കേടിടുമ്പോൾ തിരുമേനി വ്യാധിയെല്ലാം വഹിച്ചു. ഭാരം കേടിടുമ്പോൾ തിരുമേനി ആമേൻ 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 എല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, തന്നാത്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി. പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ. ആമേൻ ആമേൻ. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, താന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. ആ
ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം, നീ പരനെ താൻ മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകട്ടാം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി. പല ശോധനകൾ വരുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എന്നെ എല്ലാം ചുമന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എന്റെ ഭാരമെല്ലാം ചുമന്നു. അതുകൊണ്ട് എന്നുള്ളമേ സ്തുതിക്കാം, നീ പരനെ താൻ മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാമേ. തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി. ആത്മാവിനാൽ നിറച്ചു, ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം, നീ പരനെ താൻ മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പരം കേടിടുമ്പോൾ തിരുവേലിയാതിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. പരം കേടിടുമ്പോൾ തിരുവേലിയാതിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്കാം, നീ പരനെ താൻ മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകട്ടാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകട്ടാം. ആമേൻ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ആമേൻ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ആമേൻ. മണ്ണിടത്തിൽ നമ്മയോട് ഉന്നതം വെടിഞ്ഞു വന്ന, മണ്ണിടത്തിൽ നമ്മയോട് ഉന്നതം വെടിഞ്ഞു വന്ന ചന്ദ്രന്റെ മധ്യപാദം എന്നു ഒന്നായി വന്നിച്ചിടം. ചന്ദ്രന്റെ മധ്യപാദം എന്നു ഒന്നായി വന്നിച്ചിടം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യും. ആമേൻ, 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 ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. അന്ത്യകാലം വന്നടുത്തേ പെന്തക്കോസ്തിൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്തേ പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ, ആമേൻ, ആമേൻ, ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല. ഈ ലോകരാജ്യം, ആമേ, ലോകരാജ്യം അസ്തമിക്കാറായി. ലോകരാജ്യം വേഗമിതാഗമിക്കാറായി. ആമേ, ലോകരാജ്യം അസ്തമിക്കാറായി. ലോകരാജ്യം വേഗമിതാഗമിക്കാറായി. ഓ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു. ആമേ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു. നിന്റെ പാവനമായി
ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി തൻ വേല തീർത്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. ആമേൻ. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ. ശക്തിയായി തൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. ആമേൻ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. ആമേൻ. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക, കാത്തു കാത്തു നിന്നിടുന്ന ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല തീർന്നു പാർത്തലം വേടിഞ്ഞു പോകാം. പൂർത്തിയായി നിൻ വേല തീർന്നു. ആമേൻ, 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 ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല. ഈ ലോകരാജ്യം, ആമേ ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം വേഗമിതാഗമിക്കാറായി. ഓ ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം വേഗമിതാഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു നിന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു നിന്റെ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. ഉന്നത വിളിക്കൂ യോഗ്യരെ, വിളിച്ചവന്റെ നിന്നു മാറല്ലേ. ആമേൻ. ഉന്നത വിളിക്കൂ യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ആമേൻ. നമ്മെ ഓർത്തു ഉന്നതം പേടിഞ്ഞു വന്ന, മറ്റിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം പേടിഞ്ഞു വന്ന നന്ദനന്റെ വന്ധ്യപാദം ഇന്നു ഒന്നായി വന്ദിച്ചിടാം. നന്ദനന്റെ വന്ധ്യപാദം. ആമേൻ, 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 ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. അന്ത്യകാലം വന്നടുത്തേ പെന്തക്കോസ്തിൻ വേലയാണേ, അന്ത്യകാലം വന്നടുത്തേ പെന്തക്കോസ്തിൻ വേലയാണേ. ചണ്ടമോടെ സേവ ചെയ്ത ചണ്ടമോടെ. ആമേൻ, 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 ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേല ചെയ്യുവേ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ആ ലോകരാജ്യം വേഗമിതാഗമിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം വേഗമിതാഗമിക്കാറായി. ആമേൻ. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്നെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്നെ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ, പാവനമായി ജീവിക്കുന്ന പാവനരെ. ആമേൻ, 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 ആമേൻ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ആമേൻ, 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 ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. യേശുവേ നന്ദി കർത്താവേ, ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്ന പറ്റാ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്ന പറ്റാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ നന്ദി കരയിച്ചുകയാണ് അപ്പച്ച, ഞങ്ങൾ നന്ദി കരയിച്ചുകയാണ് അപ്പച്ച. ഞങ്ങൾ അനുഗ്രഹിക്കണമേ അപ്പച്ച. ഹല്ലേലൂയ. എന്റെ രക്ഷയായ, എന്റെ പാറയെ, എന്റെ ഗോപുരമായ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്, നന്ദിയോടെ കർത്താവ്, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് പ്രാഥമികത്തെ ആയിരിക്കുന്ന അപ്പച്ച, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ഓ
ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഓ ആമേൻ, 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 ആമേൻ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം. ചേർന്ന് പാടാമോ? ഒരു